ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ചെയ്യണത്. നമ്മുടെ വീട് ഓലപ്പണി കഴിഞ്ഞതിന് ശേഷം ഒരു കെട്ടി മെയ്യെന്നൊക്കെ പറയും. പഴയ ഓല മാറ്റി പുതിയ ഓലയൊക്കെ ആക്കാന്ന് പറയില്ലേ, അത് കഴിഞ്ഞു. ഒരുപാട് ഓലകൾ ബാക്കിയുണ്ട്. 7ഓളം കെട്ട് ഓലകളാണ് ബാക്കിയുള്ളത്. ഇവിടെ മൂലയിൽ കാണുന്ന ദാർപ്പായിലിട്ട് കെട്ടി വെച്ചതാണ്. അതൊക്കെ കാറ്റത്തൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അതൊക്കെ ചെതൽ പിടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം നിലത്തിട്ട് തന്നെ പെട്ടെന്ന് ചെതൽ കയറും, ഓലയാണല്ലോ. അപ്പോൾ ഇന്നൊരു കെട്ട് ഓല നമ്മൾ വെയിലുള്ള കാരണം 2-3 ദിവസമായിട്ട് നല്ല മഴ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓലകളൊക്കെ പുറത്ത് വെയിലത്തിടാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു. ഇന്ന് കുറച്ച് കുഴപ്പമില്ലാത്തൊരു വെയിലൊക്കെ കണ്ടുനോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓലകളൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ടുണ്ട്. ഒരു കെട്ട് ഓലയാണ് ഇട്ടിട്ടുള്ളത്. ഒരു കെട്ട് ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മടൽ. ഒരു കെട്ട് ഓല നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മൾ അതുപോലെ ഓരോ കെട്ടാക്കി നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓല വെയിലത്ത് കൊണ്ടിടാനും എടുത്തു വെക്കാനും എളുപ്പമാണ്. എല്ലാം കൂടി 7 കെട്ടോളം ഓലകളുണ്ട്. അതെല്ലാം കൂടി നമ്മൾ വെയിലത്തിടുമ്പോൾ തന്നെ പെട്ടെന്ന് മഴ വരികയെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് എടുത്തു വെക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിപാടി ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മളെ ഒരു പഴയ കാടക്കൂടാണത്, കാടയുടെ കൂട്. അപ്പോൾ ഇതൊക്കെ ഇനി ഉഷാറാക്കിയിട്ട് നമ്മൾ കാടനെ വളർത്താൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ ഈ കിടക്കണൊക്കെ പഴയ ഓലകളാണ്. ഇതൊക്കെ ഇനി കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം പഴയ ഓലകളൊക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അതിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നാളെ കാണിച്ചതുപോലെ നമ്മുടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല വിശാലമായ ഗ്രൗണ്ട്. ഇന്നൊരു 4 മണി 5 മണിയൊക്കെ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ പിള്ളേർ ഇവിടെ കളിക്കാനും വരും. അപ്പോൾ അതിനൊക്കെ സൗകര്യമുള്ള തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കൊട്ടാരവും ഗ്രൗണ്ടും എല്ലാം ഉള്ളത്. ഇതിനൊക്കെ നമുക്ക് അങ്ങനത്തെ സ്ഥലം കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.